കൊല്ലം ശാസ്താംകോട്ട വേങ്ങയിലെ അങ്കനവാടിയിലേക്ക് കുട്ടികളെ അയച്ചാൽ തിരികെ എത്തുന്നതുവരെ രക്ഷിതാക്കൾക്ക് ആദിയാണ്. പരിസരവും വഴിയും കാട് കയറതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. അങ്കനവാടിക്ക് മുന്നിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വൈദ്യുതി കമ്പികൾ മരങ്ങളിൽ തള്ളി നിൽക്കുന്നത് സുരക്ഷാ ഭീഷണിയാകുന്നു. പരാതികൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ ആക്ഷേപം. തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മിഥുൻ മരിച്ച സമയത്ത് സമീപമുള്ള വേങ്ങ അങ്കനവാടിക്ക് മുന്നിലെ ട്രാൻസ്ഫോമറിലെ കാഴ്ചയാണിത്. പരിശോധന കർശനമാക്കിയതോടെ ട്രാൻസ്ഫോമർ മാത്രം ചെറുതായൊന്ന് വൃത്തിയാക്കി. ദിവസേന കുഞ്ഞുകുട്ടികൾ വരുന്ന വഴിയും പരിസരവും കാട് പിടിച്ചു. ഏത് സമയവും ഇഴജന്തുക്കൾ എത്തുന്ന അവസ്ഥ. പേടിയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന സമയത്ത് എത്രയും കാട് കിടക്കുന്നുണ്ട്. ഇഴജന്തുക്കൾ എപ്പോഴാണോ കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല, നമ്മൾ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ഇഴജന്തുക്കളെ കണ്ട് പിള്ളേർ പേടിച്ചോടിയാൽ റോഡ് സൈഡാണ്, വാഹനം വരുന്നത് അറിയാൻ നമുക്ക് പറ്റത്തില്ല. ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കമ്പികളിൽ വള്ളിപ്പടർപ്പ് നിറഞ്ഞു. ലൈനുകളാകട്ടെ സമീപത്തെ മരച്ചില്ലകളിൽ മുട്ടിയാണ് പോകുന്നത്. ലൈൻ കമ്പി അത്യാവശ്യമായിട്ട് ആ പോസ്റ്റ് നടക്കുന്നുണ്ട്. ലൈനിന്റെ ഒരു ഇതുണ്ട്. മോന്റെ 2 കുഞ്ഞുങ്ങളാ ഞാൻ വളർത്തുന്നവര്. ആ ഒരു പേടിയുണ്ട്. അപകടമുണ്ടാകുന്നതുവരെ കാത്തു നിൽക്കാതെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് ആവശ്യം. അംഗനവാടിയിലെ കൊച്ചു കുട്ടികൾ, കുരുന്നു കുട്ടികൾ വരുന്നിടത്ത് കണ്ട ഭിത്തി ഇടിഞ്ഞ് ഇഴജന്തുക്കൾ വരുന്ന സ്ഥലമാണ്. ഈ കുട്ടികളെ പാമ്പ് കടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇത് ചെയ്തിട്ട് എന്താണ് കാര്യം? എത്രയും വേഗം വേണ്ടത് ചെയ്യുമെന്നാണ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മീഡിയ 1 കൊല്ലം.